ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നടന്നു. കെ.ടി. ജലീൽ മുൻ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പൊക്കെ ഭരിച്ചിരുന്ന കെ.ടി. ജലീൽ അദ്ദേഹം ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം അധ്യാപകനോടെയാണ്, ബേസിക്കലി കോളേജ് അധ്യാപകൻ, ഹിസ്റ്ററി അധ്യാപനവും മറ്റാണ്, ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, ഹിസ്റ്ററി അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹം ഒരു സ്കൂളിൽ പരിപാടി പങ്കെടുത്തപ്പോൾ യാദൃശ്യമായി കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചു. അക്ഷരം കുട്ടികൾക്ക് എന്തോ കൊടുത്തതിലെന്തോ പേര് അഡ്രസ്സിലെന്തോ തെറ്റുണ്ട്, അത് മനസ്സിലാക്കിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ സ്വന്തം പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ പേര് പറഞ്ഞപ്പോഴും എഴുതാൻ പറഞ്ഞപ്പോഴും ഒക്കെ എഴുതിയതോ എന്തോ നോക്കിയപ്പോൾ അക്ഷരത്തെറ്റ് കണ്ടുപിടിച്ചു. എന്തായാലും അക്ഷരത്തെറ്റ് കണ്ടുപിടിച്ചു. അയ്യോ, നിനക്ക് എഴുതാൻ അറിയില്ലേ, അക്ഷരം അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടിയെ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു. ചെവിയിലൊരു നുള്ളു കൊടുത്തു. പെട്ടെന്ന് അദ്ദേഹം അത് ക്ലാസ് റൂം ആണെന്ന് ഓർത്തു പോയതായിരിക്കാം, അധ്യാപകനല്ലേ ബേസിക്കലി. പക്ഷേ അത് വലിയ വിവാദമായി. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു, സ്വമേധയാ കേസെടുത്തു, എല്ലാവരും അഭിപ്രായം പറയാൻ തുടങ്ങി. വലിയ പ്രതിസന്ധിയായി. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ വലിയ തല്ല് കിട്ടുമായിരുന്നു സ്കൂളിൽ, അധ്യാപകരുടെ തല്ല് കിട്ടുമായിരുന്നു. എൻ്റെ അമ്മ സ്കൂളിലേക്ക് ചേർത്ത് സ്കൂളിൽ പോകാൻ പറഞ്ഞു വിടും. അന്ന് വീട്ടിൽ ഈ ബിസിനസ് ഉള്ള കാലമാണ്. ബിസിനസ്സിൻ്റെ ഭാഗമായി ധാരാളം ബേക്കറി ഐറ്റമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടാക്കുന്നത് ഹൽവ, മിച്ചർ, അങ്ങനെ പല ഐറ്റം ഉണ്ടാക്കും വീട്ടിൽ. പബ്ലിക്കിന് ഇപ്പോൾ കൊടുക്കുക, ബിസിനസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ചയും പിടിച്ചുകൊണ്ട് പോവില്ല. പിന്നെ വീട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു തിയേറ്റർ. അപ്പോൾ എപ്പോഴും സിനിമയ്ക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് സിനിമ കാണാൻ അവസരം തരുമായിരുന്നു. എപ്പോൾ ചെന്നാലും ഫ്രീ ആണ്, തൊട്ടടുത്തായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയൊക്കെ കണ്ട് കറങ്ങി നടക്കുന്നതുകൊണ്ടല്ല സ്കൂളിൽ പോകത്തില്ല. പക്ഷേ ആദ്യ ദിവസം തന്നെ ഇത് മനസ്സിലാക്കിയ അമ്മ സ്കൂളിൽ പോകാതെ കുറച്ച് ദൂരം നടന്ന് തിരിച്ചു വന്നപ്പോൾ സ്കൂൾ വരെ തല്ലി. പക്ഷെ ആ തല്ലിന് ശേഷം ഇന്ന് വരെ തിരിച്ചു പോയിട്ടില്ല, സ്കൂളിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടില്ല. ഇതിനേക്കാൾ കുറച്ച് മാരകമായിരുന്നു അനുജൻ്റെ കാര്യം. ഞാനൊരു ഫാമിലി കാര്യം പറഞ്ഞത്, പഴയൊരു കാര്യം, നടന്നൊരു കാര്യം പറഞ്ഞു. അനുജന് ഒരു വിമുഖത കാണിച്ചു. അനുജന് തല്ല് കിട്ടിയപ്പോൾ ആ വിമുഖത മാറി. പണ്ട് കാലത്ത് ഇങ്ങനെയാണ്, വീട്ടിൽ നല്ല തല്ലും. സ്കൂളിൽ കൊണ്ടുപോയി അച്ഛനും അമ്മയും പറയുന്നത്, മിക്കവാറും അമ്മമാരായിരിക്കും കൂടുതൽ പറയുന്നത്, എൻ്റെ മോനെ ഒരു കുഴപ്പമില്ലെങ്കിലും എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ സാറ് തല്ലി അവനെ നന്നാക്കി തരണം. അപ്പോൾ സ്കൂളിൽ അയക്കുന്നത് നന്നാക്കി തരാനും പഠിപ്പിക്കാനുമാണ്, നല്ല സ്വഭാവ രൂപീകരണത്തിനും പിന്നെ പഠിപ്പിക്കാനും കൂടെയാണ്. നല്ല അറിവ് ഉണ്ടാക്കി കൊടുക്കണം, നല്ല സ്വഭാവം ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ ഇന്നിപ്പോൾ അത് നടക്കില്ല. ഏതെങ്കിലും ഒരു കുട്ടിയോട് ഒരു അധ്യാപകൻ കയർത്ത് പറഞ്ഞാൽ PTA ചോദ്യം ചെയ്യലായി, ബാലാവകാശ കമ്മീഷനായി. കുട്ടികൾ കള്ളൻ പറഞ്ഞാൽ പോലും, കുട്ടികൾ പറയുന്നത് ചിലപ്പോൾ കള്ളമായിരിക്കും, അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതായിരിക്കും. പക്ഷേ കുട്ടിയുടെ ഭാഗത്താണ് എല്ലാ നീതിയും നിയമവ്യവസ്ഥയും നിൽക്കുന്നത്. അത് പുനഃപരിശോധിക്കേണ്ടതാണ്. കുട്ടിക്ക് പരാതി ഇല്ലെങ്കിൽ പോലും കേസെടുക്കും. കുട്ടി വന്ന് പരാതി പറയുകയാണ്, ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, കുട്ടി വന്ന് പറയുകയാണ് എനിക്ക് മാനസികമായ പീഡനം ഉണ്ടായി, അത് ശരിയായില്ല, അധ്യാപകൻ അത് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ കുട്ടി പറയാതെ തന്നെ സ്വമേധയാ കേസുകൾ വരുന്നത് വളരെ വലിയ ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും. കുട്ടികളുടെ പ്രായത്തിൽ ശാസിക്കാനും തിരുത്താനും ഒക്കെ ഉള്ള അവസരം കൊടുക്കണം. അങ്ങനെ ശാസിക്കുകയും തെറ്റും തിരുത്തി ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾക്ക് കിട്ടുന്ന സന്ദേശം അപമാനത്തിൻ്റെതല്ല, നമ്മൾ തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലത്തെ തന്നെ കെ.ടി. ജലീൽ ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മളിനി തെറ്റ് പഠിച്ചാൽ നമുക്കും കിഴുക്ക് കിട്ടും, അതുകൊണ്ട് ശരി പഠിക്കാം എന്നുള്ളൊരു സന്ദേശം അതിലുണ്ടല്ലോ. അല്ലാതെ അപമാനിതരല്ല. അല്ലെങ്കിൽ കുട്ടി പറയണം എനിക്ക് വലിയ മാനസികമായി സംഘർഷം വന്നു, ഞാൻ മാനസികമായി തളർന്നു പോയി, ഒരിക്കലും അത് എനിക്ക് പോസിറ്റീവായി എടുക്കാൻ കഴിയുന്നില്ല, ഞാൻ നെഗറ്റീവായിട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റണം. കുട്ടി അത് പോസിറ്റീവായി എടുത്താലോ, എനിക്ക് എഴുതാൻ അറിഞ്ഞുള്ളത കാര്യം, അല്ലെങ്കിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയ കാര്യം, എന്നേക്കാൾ മുതിർന്ന എൻ്റെ പിതാവിനോളം പ്രായമുള്ള അല്ലെങ്കിൽ പിതാവിനേക്കാൾ പ്രായമുള്ള ഒരു മുൻ മന്ത്രി സ്റ്റേജിൽ വെച്ച് എന്നോട് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്തെടുക്കണം എന്ന് കുട്ടി വിചാരിക്കുന്ന, പോസിറ്റീവായി എടുത്താൽ കുട്ടിക്കും നല്ലത്, കുട്ടികൾക്കും നല്ലത്. നെഗറ്റീവായി എടുത്താൽ അത് വേറെ കഥ. പക്ഷേ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊന്നും നോക്കാതെ ബാലാവകാശ കമ്മീഷൻ കയറി കുട്ടിയുടെ അവകാശമാണ് ഇത്, കുട്ടിയെ അങ്ങനെ പൊതുവായി നിർത്തി അപമാനിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേസിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ തെറ്റ് ചെയ്യാനും പഠിക്കാതിരിക്കാനുമൊക്കെയുള്ള വലിയ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. അത് പാടില്ല. കുറച്ച് ശിക്ഷാ നടപടികൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. തല്ലി പഴിപ്പിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ ചെറിയ ശിക്ഷാ നടപടികൾ കൊടുത്താൽ
അതിലൂടെ കുഞ്ഞുങ്ങൾ തെറ്റുകൾ ചെയ്യുന്നതിൻ്റെ ആധിക്യം കുറയും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് വടിയെടുക്കുന്നതിനെതിരെ വടി ക്ലാസ്സിൽ കൊണ്ടുപോകുന്നതിനെതിരെ കേസൊക്കെ പോയെങ്കിലും ഹൈക്കോടതി സമ്മതിച്ചില്ല. ഹൈക്കോടതി പറഞ്ഞു അത് പറ്റില്ല, അധ്യാപകർക്ക് ചില സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റൂ. അത് കോടതി പോലും അധ്യാപകരെ കൂടെ നിന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു കേസ് വന്നിരിക്കുന്നത്. ഈ കേസിൽ നമ്മൾ ജലീൽ പക്ഷത്താണ്. ജലീൽ മറ്റേ ബൈബിളിൽ കൂടെ ഖുറാനിൽ കൂടെ സ്വർണം കടത്തിയെന്നോ ഈത്തപ്പഴത്തിനടുത്ത് സ്വർണം കടത്തിയെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ജലീലിനെതിരാണ്. പക്ഷേ ഈ കാര്യത്തിൽ ജലീൽ ഇക്കയോട് കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇക്ക, നിങ്ങൾ ചെയ്തത് വലിയ തെറ്റായി തോന്നുന്നില്ല, പക്ഷേ അതൊരു അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആകട്ടോ ഒരു സോറി അല്ല, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോക്ക് വേദനിച്ചോ വെന്തോ ഞാൻ അത് ഉദ്ദേശിച്ചല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഒന്ന് പാസിഫൈ ചെയ്ത് പോയിരുന്നെങ്കിലും കുഴപ്പമില്ല. ഒന്ന് സംഭാഷണമൊക്കെ നടത്തി പോകണമായിരുന്നു. അല്ലാതെ കുഞ്ഞ് കരയുകയോ ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷമൊക്കെ ഉണ്ടായെങ്കിൽ കേസെടുത്തേ കുഴപ്പമില്ല. സ്വമേധയാ കേസെടുത്തു എന്നാണ് വാർത്തകൾ വരുന്നത്. സ്വമേധയാ കേസെടുക്കണ്ടായിരുന്നു. അത് അവരുടെ ഒരു പരാതി വന്നതിന് ശേഷം എടുക്കണമായിരുന്നു. പക്ഷേ സ്വമേധയാ കേസെടുക്കുമ്പോൾ തന്നെ ബാലാവകാശ കമ്മീഷൻ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ബാലാവകാശം സംരക്ഷിക്കുവാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ അതോടൊപ്പം ബാലന്മാർ നാളെ പൗരന്മാരായി മാറുമ്പോൾ അവർ നല്ല കുട്ടികളിൽ നിന്ന് നല്ല പൗരന്മാരായി വരാനുള്ള ഒരു സാമൂഹ്യ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൂടി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ബാലാവകാശമൊക്കെ നടക്കും, പക്ഷേ കുട്ടികൾ മോശപ്പെട്ട പൗരന്മാരായിട്ടായിരിക്കും ജനിച്ച് വളർന്ന് വലുതായി വരുന്നത്. അത് ബാലാവകാശത്തേക്കാൾ വലിയ പൗരാവകാശ ധ്വംസനമായിരിക്കും, പൗരാവകാശ ലംഘനമായിരിക്കും. അതുകൊണ്ട് നല്ല പൗരന്മാരാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അതിൻ്റെ അകത്തു നിന്ന് വേണം ബാലാവകാശവും വനിതാവകാശവും എല്ലാവരും കളിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു തലമുറ, ഒരു പൗരന്മാർ രാജ്യത്തുണ്ടായി വരും. അത് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുന്നത്.